സാറേ, 2 കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി, മറ്റൊന്ന് അപ്രതീക്ഷിതമായി ജോർജ് കുര്യൻ. ഇവർ രണ്ടും വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ കേരളമെമ്പാടും വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ കേരളത്തിലെ BJPയിൽ ഇവരുടെ സുരേഷ് ഗോപിയുടെ വിജയവും ഈ കേന്ദ്രമന്ത്രിമാരുടെ സ്വാധീനവും ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്? അത് സുരേന്ദ്രൻ ശക്തിപ്പെടും. എല്ലാ കാലത്തേക്കും അല്ല, ഇൻ ബിറ്റ്വീൻ സുരേന്ദ്രൻ ശക്തിപ്പെടും. എനിക്കൊന്ന് 1 വർഷം കൂടി കാലാവധി ഉണ്ട്. അപ്പോൾ ഇത് സുരേന്ദ്രനെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കിക്കൊണ്ടിരിക്കും. സുരേന്ദ്രൻ്റെ ഇത് പട്ടപ്പലങ്ങ പോലെ താഴോട്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പട്ടപ്പലങ്ങ നിയമസഭ ഇലക്ഷൻ കണ്ടത്. ഇതിപ്പോൾ നമുക്ക് വോട്ട് പെർസെൻറ്റേജ് സർവകാല ഉയരത്തിലെത്തി. 1 സീറ്റ് കിട്ടി. അതാണ് ഏറ്റവും പ്രധാനം. സുരേന്ദ്രന്റെ മിടുക്കൊണ്ടാണെന്ന് വിശ്വസിക്കാത്ത സുരേന്ദ്രന്റെ മിടുക്കോ അല്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യം. ഇപ്പൊ രമേശ് ചെന്നിത്തല പിന്നെ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സാർ 100 സീറ്റ് മറ്റേ നേടിയത്. അപ്പൊ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മിടുക്കെന്നാണ് പറഞ്ഞത്. സംഭവം അങ്ങനെയൊന്നല്ല നമുക്കറിയാം. അതുപോലെ ഇത് സുരേന്ദ്രൻ അതിന്റെ ക്രെഡിറ്റ് മുമ്പ് കിട്ടി. അപ്പൊ തെന്നാല ബാലകൃഷ്ണ സാറിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ 100 സീറ്റിന്റെ അടുത്ത് കിട്ടിയത്. മൂപ്പരെ മാറ്റി അങ്ങനെ മാറ്റാൻ സാധ്യത എന്താന്ന് തോന്നുന്നു. അപ്പൊ ഇത് നോക്കുമ്പോൾ സമയത്ത് ഒരു സുരേന്ദ്രന്റെ വിജയം കൂടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? കാരണം ഒന്നുമില്ലാത്ത നിന്ന് ഒരു ലോക്സഭ ജയിച്ചല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, സുരേന്ദ്രന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മുകളിലവർ അസസ് ചെയ്യും. തൽക്കാലം ഇത് സുരേന്ദ്രന്റെ വിജയമാണ്. സുരേന്ദ്രന്റെ പിന്നെ ബയോഡാറ്റയിൽ തിളക്കമാകുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ട് 1 വർഷത്തേക്ക് സുരേന്ദ്രൻ മാറ്റുന്നുണ്ടാകാൻ സാധ്യതയില്ല. 1 വർഷം കഴിഞ്ഞാൽ ടേം കഴിയല്ലോ. ടേം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാറ്റാം, സാഹചര്യങ്ങൾ നോക്കിയിട്ട് മാറ്റാം. സാമുദായികമായ സന്തുലനം, വനിതാ പ്രാതിനിധ്യത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് BJPക്കാർ. അതൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഏതായാലും എന്താണ് ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള അൺസെറമോണിയൽ ആയിട്ടുള്ള ഒരു ഗുഡ് ബൈ ഉണ്ടാവില്ല. സുരേന്ദ്രൻ രക്ഷപ്പെട്ടു. സുരേഷ് ഗോപിയുടെ വിജയം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് സുരേന്ദ്രനാണ്. പക്ഷെ അദ്ദേഹം 2 ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും, പക്ഷെ അത് ഞാനത് കണ്ടു. പക്ഷെ അതിൽ തൂങ്ങി നിൽക്കുന്നത് സുരേന്ദ്രന്റെ സൈഡാണ്. കാരണം സുരേന്ദ്രൻ സംഘടനാ നേതാവാണ്. സംഘടനയുടെ ഒരു എന്താ പറയാ, അതിന്റെ ശക്തി. അപ്പൊ അതങ്ങനെ ഫൈറ്റ് വരുന്ന സ്വാഭാവികമായിട്ടും സംഘടന ആയതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യുക, ഫൈനലി അവരുടെ ഒരു ലൈഫ് ജീവിതത്തിന്റെ വർഷം വരെ അവർ സംഘടനയുടെ കൂടെ നിൽക്കുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നതും ഒരു സംഘടന ഭാഗം നിൽക്കുന്നതിന് പ്രശ്നമാണ്. സംഘടനയുടെ ഭാഗത്ത് ശക്തി കൂടുതലാണ്. ഇപ്പം VS ആരായിരുന്നു, പക്ഷെ പാർട്ടി പിണറായിൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യുന്നത്, പിണറായിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അവർ പിണറായിൻ്റെ കൂടെ. അപ്പം സുരേന്ദ്രൻ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് സുരേന്ദ്രൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പണിക്കരെ ആക്രി പണിക്കർ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം എന്താ? അതിന്റെ ഇടയ്ക്കൂടെ എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ തമ്മിൽ വല്ല വ്യക്തിപരമായ അത് എനിക്കറിയില്ല. എന്താ എനിക്ക് കാരണം പണിക്കര് അറിയാമല്ലോ, സാറിന് അറിയാമല്ലോ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ചർച്ചകളിലെല്ലാം വന്ന് BJPക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹം. അനുകൂലമായ നിലപാടെടുക്കുന്നത് മാത്രമല്ല, അവൻ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പിന്നെ ഫാക്ച്വലായിട്ട് അവൻ നോക്കാറുള്ളൂ. അത് നോക്കിയിട്ട് അവൻ ചെയ്യുള്ളൂ. അപ്പം പിന്നെ സുരേന്ദ്രനെ പറ്റി ഇങ്ങനെയുള്ള വിമർശനം പലരും ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സുരേന്ദ്രൻ സീരിയസ് ആക്കി എടുക്കാറില്ല. അത് ഒരുപാട് വായിക്കുമോ, സുരേന്ദ്രൻ ഇതൊന്നും ബാധിക്കാറില്ല. സത്യത്തിൽ ഇത് ഇത്രയും മൂപ്പര് സീരിയസ്, ഒരു ഭാഗ്യവാനാണ്. അല്ല, മൂപ്പര് ഇതൊന്നും ബാധിക്കാറില്ല. സുരേന്ദ്രൻ്റെ ഇതൊന്നും ബാധിക്കാറില്ല. അപ്പം ഞങ്ങളുടെ നാട്ടുകാർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തായാലും പോയി പണിയൊക്കെ പോയി, നമ്മളെയൊക്കെ ഒരു ബേസിക് നാച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതേ അടുത്ത നാട്ടുകാരനാണ് സുരേന്ദ്രൻ, ഉള്ളിയിരിക്കാരനാണ്. ഞാൻ ബാലുശ്ശേരിക്കാരനാണ്. ഞങ്ങളെ കുറെ നിങ്ങളെന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റി ബോധ്യമുണ്ടെന്ന് പറയുന്ന ആളുകളാണ് പോയി പണി നോക്കുന്നത്. ഞാൻ മാത്രമല്ല, സിനിമാ സംവിധായകൻ രഞ്ജിത്ത്, ഇങ്ങനെ കുറെ ഉണ്ടോ നാട്ടുകാർ, അനൂപേനോ, ഇവരൊക്കെ ഞങ്ങളെ കുറെ നാട്ടുകാരാണ്. നമ്മൾ ചെയ്യുന്നതിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ എങ്കിലും പോലും നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം, നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരാളെ നമ്മൾ പേരെടുത്ത് അങ്ങനെ അടിക്കേണ്ട സമയത്ത് ഞാനും അടിച്ചിട്ടൊക്കെ ഉണ്ട്, പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പണിക്കരോട് ദേഷ്യം തോന്നേണ്ട ഒരു എനിക്കിപ്പോഴും മനസ്സിലായില്ല. പണിക്കരെ അതിനുശേഷം വിളിച്ചിട്ടില്ല. സുരേന്ദ്രനെ ഞാൻ പൊതുവെ കാണാനല്ലോ, 1-2 തവണ കണ്ടിട്ടുള്ളൂ. വളരെ ദൂരെ കേരള ഹൗസ് ഡൽഹി നാട്ട് നാട്ടുകാരനാണെങ്കിൽ ഞങ്ങൾ കാഴ്ചയും സംസാരമൊന്നുമില്ല. പൊതു സുഹൃത്തുക്കളുണ്ട് നല്ലത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ഇത്രയും പ്രകോപിതരായി, ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. പണിക്കരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു, പണിക്കർ തിരിച്ചും പണിക്കരാണ് ഇങ്ങോട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അതേ നാണയത്ത് കൊടുക്കും. അപ്പോൾ ആരാണ് പണിക്കർ നോക്കിയത്. അത് രണ്ടുപേർക്കൊന്ന് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ തമ്മിലുള്ള അടികൂടണം വിഷമിക്കുന്നത് സാധാരണ BJPക്കാരാണ്.
നേതാവ് എന്ന രീതിയിൽ സുരേന്ദ്രനെ തള്ളി പറയാൻ പറ്റില്ല. സുരേന്ദ്രന് ഇഷ്ടമാണ്. BJPക്ക് വേണ്ടി വേണം നിർണായക ഘട്ടത്തിനും ബാറ്റ് ചെയ്ത ആൾ എന്ന രീതിയിൽ പണിക്കരെ ഇഷ്ടമാണ്. അവരാണ് ബുദ്ധിമുട്ടിയത്. പക്ഷെ ഏതായാലും സുരേന്ദ്രൻ സൈഡ് ഇപ്പം തൂങ്ങി നിൽക്കുകയാണ്. കാരണം സംഘടന കയ്യിലുണ്ട്. കേരളത്തിലെ വിജയം സുരേന്ദ്രന്റെ പിന്നെ എന്താണ് കിരീടത്തിലെ പൊന്തൂവലാണ്. സുരേഷ് ഗോപിയുടെ വിജയം ഒരു പൊന്തൂവലാണ്. പിന്നെ പൊതുവെ 20% വോട്ട് കൂടി. നിയമസഭാ മണ്ഡലങ്ങളൊക്കെ മുമ്പ് ഒന്നാമത് വന്നിട്ടുണ്ട്. അതൊക്കെ സുരേന്ദ്രന്റെ പൊന്തൂവൽ. പിന്നെ അനിൽ ആന്റണിക്ക് വോട്ട് കുറഞ്ഞു. അതും സുരേന്ദ്രന്റെ പൊന്തൂവലാണ്. കാരണം സുരേന്ദ്രൻ അതിന്റെ 8 വോട്ട് അവിടെ നേടിയിരുന്നു. അപ്പൊ സുരേന്ദ്രനേക്കാൾ വോട്ട് അനിൽ ആന്റണി അവിടെ പിടിച്ചിരുന്ന സുരേന്ദ്രൻ ക്ഷീണമായിരുന്നു. പക്ഷെ ഇതിപ്പോ പേഴ്സണലി പാർട്ടി സെക്രട്ടറി പ്രസിഡന്റ് എന്ന രീതിയിൽ അത് ഗുണം ചെയ്യും. പക്ഷെ പേഴ്സണലി ക്ഷീണമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ പേഴ്സണലി സുരേന്ദ്രൻ ഗുണമാണ്. സെക്രട്ടറി എന്ന രീതിയിലുള്ള വന്നിട്ടുള്ള നഷ്ടം തൃശ്ശൂരെ വിജയത്തോട് കൂടിയിട്ട് അങ്ങ് ഒലിച്ചു പോയി. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരുടെ തോൽവി അത് അദ്ദേഹത്തിന്റെ ചുമലിലാണ്. അല്ല, എന്തെങ്കിലും ഒരു സീറ്റ് അത് വേണമെങ്കിൽ രണ്ടുപേരും തോറ്റിരുന്ന സുരേന്ദ്രൻ അതിന് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഗോപി വലിയ വിജയം നേടിയോടുകൂടി അങ്ങ് ഒലിച്ചു പോയി. സത്യത്തിൽ ഇവിടെ BJP കുറച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ രാജീവിനെ ഏൽപ്പിക്കുക. BJP അല്ല RSS. കാരണം RSSന്റെ പല സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് കുമ്മനത്തിന് സീറ്റ് കൊടുക്കാത്തതിന്റെ പ്രശ്നം, രാജീവിനെ കെട്ടിയിറക്കുക എന്നുള്ള ഫീലും, അങ്ങനെയുള്ള ആളുകൾ മൊത്തം തോറ്റിട്ടുണ്ട് തവണ. ഉത്തരേന്ത്യ UP-ൽ 30 ആൾ തോൽക്കാൻ കാരണം ഈ കെട്ടിയിറക്കി എന്നൊക്കെയുള്ള ഫീലും കൊണ്ടാണ്. അപ്പൊ അതൊന്നും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതുപോട്ടെ, ഏതായാലും സുരേന്ദ്രൻ ഇപ്പൊ നല്ല സമയമാണ്. അത് സുരേന്ദ്രൻ മുഖത്ത് വയ്ക്കാതെ അറിയില്ല, ഭയങ്കര ചിരിയും സന്തോഷം പ്രസന്നതയൊക്കെ മുമ്പില്ലാത്ത വിധം പ്രസന്നത. അപ്പൊ സുരേന്ദ്രന്റെ ഒരു രമേശ് ചെന്നിത്തല കാലഘട്ടത്തിലൂടെ ഇപ്പൊ കടന്നു. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ സുരേന്ദ്രൻ പിടിച്ചു കയറാം. കാരണം ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ വലിയ വിജയമല്ലേ. തമിഴ്നാട്ടിൽ ഇത്ര വന്നിട്ടില്ല. ഇവിടെ 20% അണ്ണാമല പെട്ടുപോയി. 18% വോട്ട് വന്നു. 18% വോട്ട് വന്നു. ഇവിടെ ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് 20% വോട്ട്. അത് മാത്രമല്ല, അവിടെ ഇപ്പൊ അണ്ണാമലയും മറ്റേ എന്താ തമിഴ് അതിന് വലിയ സാധനം ഇവിടെ ഉണ്ട്. അതിന് ബോധം പേരുള്ളതുകൊണ്ട് ഒരു പുറത്ത് കാണിക്കുന്നില്ല, മറ്റൊരു എന്നുള്ളതാണ്. അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ച് നല്ല സമയമാണ്. അപ്പോൾ സുരേഷ് ഗോപി മെയിൻ സ്ട്രീമിലേക്ക് വന്നതോടുകൂടി ഇവരുടെ ഒരു മറ്റേത് BJPയുടെ മുഖം എന്ന് പറയുന്ന സുരേന്ദ്രൻ, മുരളീധരൻ, നേരത്തെ ഉണ്ടായിരുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ ബാക്കിലേക്ക് പോവുകയും ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ആളുകളായി നിൽക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു പോകുന്നുണ്ടോ? അല്ല, അത് പതുക്കെ വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിന് ഇവർക്ക് എല്ലാവർക്കും ഡൽഹിയിലും സംസ്ഥാന സാധാരണ പ്രവർത്തകരെല്ലാം ഒരേപോലെ സുരേഷ് ഗോപി സ്വീകാരനാണ്. പക്ഷെ എങ്കിലും സുരേഷ് ഗോപി ഫുൾ ടൈം രാഷ്ട്രീയത്തിലൊക്കെ ഇനി 2.5 വർഷം എടുക്കും. സുരേഷ് ഗോപി സിനിമ തന്നെ അതൊരു ദൈവികമായ അനുഗ്രഹം എന്ന രീതിയിലാണ് സുരേഷ് ഗോപി കാണുന്നത്. സുരേഷ് ഗോപി ദൈവത്തെ വിട്ടൊരു കളിയില്ല. കാരണം 2 തവണ 3 തവണ ഫീൽഡ് ഔട്ടായിട്ട് തിരിച്ചു വന്ന ഒരേ നടനെ മലയാളത്തിൽ ഒരു ഹിന്ദി സിനിമ ഉണ്ടാവും സുരേഷ് ഗോപി. ഓരോ പേരും ഗംഭീരമായിരുന്നു. തൊട്ട് മുമ്പത്തേക്ക് ഗംഭീരമായിരുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് സുരേഷ് ഗോപി കരുതുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ ദൈവാനുഗ്രഹം വിട്ടൊരു കളിക്ക് സുരേഷ് ഗോപി നിൽക്കില്ല. അപ്പൊ മൂപ്പര് ടൈം എടുക്കും. ആ സമയത്ത് സുരേഷ് ഗോപി കൺസോൾട്ടേറ്റ് ചെയ്യും. ചിലപ്പോൾ പതുക്കെ മൂപ്പര് സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ മതി. ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കുന്നില്ല, സംസ്ഥാന പ്രസിഡന്റ് ആക്കും. അല്ലെ മൂപ്പർക്ക് താല്പര്യമുള്ള ആളെ കൂടി നോക്കിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കും. ആ രീതിയിൽ സുരേഷ് ഗോപിയിലെ രാജീവിന്റെ പരിപാടി എന്താണെന്ന് അറിയില്ല. രാജീവ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് സജീവമായി ഇടപെടാണ് രാജീവ് ലീഡർഷിപ്പിലേക്ക് വരും. ഇപ്പൊ മുരളീധരൻ ഡൽഹിയിൽ സൈലന്റ് ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയാം, രാജീവിനൊന്നും പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് രാജീവ്. കാരണം അങ്ങ് ഒന്ന് ബുദ്ധിരാക്ഷസനാണ്, 2 ഈഗോ തവണ ഹർട്ടായി കിടക്കുകയാണ്, മുറിവേറ്റ സിംഹമാണ്. അത് എന്റെ ജീവിതത്തിൽ പരാജയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് രാജീവ് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും മുറിവേറ്റ സിംഹം വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സുരേന്ദ്രൻ എന്തായാലും നല്ല തൽക്കാലം സുരേന്ദ്രന് നല്ല കാലഘട്ടമാണ്. നല്ല കാലമാണ്. ഈ വിവാദം ഉണ്ടായിട്ട് പോലും പാർട്ടിയിൽ ആരും തന്നെ സുരേന്ദ്രൻ ഇതിൽ പരസ്യമായി സംസാരിക്കുന്നത്. സുരേന്ദ്രനെ കണ്ടെടുത്ത ആളുകളൊക്കെ പാർട്ടിയിലുണ്ട്. അവർ പോലും ഒരു രക്ഷയും മിണ്ടുന്നില്ല. അതൊക്കെ എന്ന് വെച്ചാൽ സുരേന്ദ്രൻ്റെ ഒരു ശക്തി കൂടിയിരിക്കുന്ന സമയം എന്നാണ് കാണിക്കുന്നത്.